ഖില ശിക്ഷാർത്ഥന്ന ദ്വേഷാനജമത്സരാൽ ബിഭ്രതോ ഭഗവൻ സത്വം സ്ഥിതിപാലന തൽപരഃ നമസ്തേ സർവഭൂതാത്മൻ സർവശക്തിധരാവ്യയ വിശ്വകർമ്മൻ നമസ്തേ സ്തുത്വാമയം ശരണം ഗതാഃ. ശ്രീശുക ഉവാച ഏവം പ്രപന്നൈഃ സംവിഘ്നൈഃ വേപമാനായനൈർബലഃ പ്രസാദിത സുപ്രസന്നമാഭൈഷ്ടേത്യഭയം ദദൗ. ദുര്യോധന പാരിബരിഹം കുഞ്ചനാൻ ഷഷ്ഠ്യഹായനാൻ ദദൗ ച ദ്വാദശശതാന്യയുധാനി തുരങ്കമാൻ. രഥാനാം ഷട്സഹസ്രാണി രൗക്മാണം സൂര്യവർച്ചസാം ദാസീനാം നിഷ്കകണ്ഠീനാം സഹസ്രം ദുഹിതവത്സല. പ്രതിഗൃഹ്യതു തൽസർവം ഭഗവാൻ സാത്വതരിഷഭ സസൂത സസ്നുഷപ്രാഗ സുഹൃദ്ഭിരഭിനന്ദിതഃ. തദപ്രവിഷ്ടസ്വബരംഹലായുധഃ സമേത്യ ബന്ധൂൻ അനുരക്തചേതസഃ ശശംസ സർവയതുപുങ്കവാനമധ്യേ സഭായാം ഗുരുഷു സ്വചേഷ്ടിതം. അദ്യാപിചപുരം ഹ്യേതൽ സൂചയദ്രാമ വിക്രമം സമുന്നതം ദക്ഷിണതോ ഗംഗായാമനു ദൃശ്യതേ. ഇതി ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ദശമസ്കന്ധേ ഉത്തരാർദ്ധേ അഷ്ടഷഷ്ടിതമോധ്യായഃ. നരകം നിഹതം ശ്രുത്വാ തഥോദ്വാഹം ചയോഷിത കൃഷ്ണേനൈകേന ബഹ്വീനം ദിദിക്ഷുസ്മ നാരദ ചിത്രം പദൈതദേകേന വപുഷാ യുഗപൽ പൃഥക്. ഗൃഹേഷു ദ്വഷ്ടസാഹസ്രം സ്ത്രിയ ഏക ഉദാവഹൽ ഇത്യുത്സുകോ ദ്വാരവതീം ദേവൃഷ്ടിരദൃഷ്ടമാഗമൽ പുഷ്പിതോവനാരാമത്യുജാളികുലനാദിത ഉത്ഫുല്ലേന്ദിവരാംഭോജകലിഹാരകുമുദോൽപലൈഃ ഛുരിതേഷു സരസൂച്ചൈഃ കൂജിതാം ഹംസസാരസൈഃ പ്രാസാദലക്ഷൈർനവഭിർജുഷ്ടാം സ്ഫാടികരാജതൈഃ മഹാമരകതപ്രഖ്യൈഃ സ്വർണ്ണരത്നപരിച്ഛദൈഃ വിഭക്തരഥ്യാപഥചതുരാപണൈഃ ശാലാസഭാഭിരുചിരാം സുരാലയൈഃ സംസിക്തമാർഗാങ്കണവീധി ദേഹളിംബദപതാകാധ്വജവാരിതാതപാം തസ്യാമന്തപുരം ശ്രീമദർച്ചിതം സർവധിഷ്ണ്യപൈഃ ഹരേ സ്വകൗശലമിത്ര തുഷ്ട്രാകാർസ്നേന ദർശിതം തത്ര ഷോഡശഭിസദ്മസഹസ്രൈഃ സമലംകൃതം വിവേശൈകതമം ശൗരേഃ പത്നീനാം ഭവനം മഹൽ വിഷ്ടബ്ധമിദ്രുമസ്തംഭൈർവൈഡൂര്യഫലകോത്തമൈഃ ഇന്ദ്രനീലമയൈഃ കുഡ്യൈഃ ജഗത്യജാഹതത്വിഷ വിധാനൈർനിർമ്മിതൈസ്തുഷ്ട്രമുക്താദാമ വിളംബിഭിः ദാന്തൈരാസനപര്യങ്കൈർമണ്യുത്തമപരിഷ്കൃതൈഃ ദാസീഭിർനിഷ്കകണ്ഠീഭിः സുവാസോഭിः അലങ്കൃതം പുംഭിः സകഞ്ചുകോഷ്ണീഷ സുവസ്ത്രമണികുണ്ടലൈഃ രത്നപ്രദീപനികരദ്യുതിഭിർനിരസ്തധ്വാന്തം വിചിത്രവളഭീഷു ശിഖണ്ഡിനോംഗ നൃത്യന്തി യത്ര വിഹിതാ ഗുരുധൂപമക്ഷൈർനിര്യാന്തമീക്ഷ്യ ഘനബുദ്ധയ ഉന്നതന്ത തസ്മിൻ സമാന ഗുണരൂപവയസ്സുവേഷദാസി സഹസ്രയുധയാനുസവം ഗൃഹിണ്യ വിപ്രോദരിശ ചമരവ്യജനേന രുക്മദണ്ഡേന സാത്വതപതിം പരിവീജയന്ത്യ തം സന്നിരീക്ഷ്യ ഭഗവാൻ സഹസോത്ഥിത ശ്രീപര്യങ്കത സകലധർമ്മഭൃതാം വരിഷ്ഠഃ ആനമ്യപാദയുഗളം ശിരസാഗിരീടജുഷ്ടേന സാഞ്ജലീരവീവിശദാസനേ സ്വേ തസ്യാവനിജ്യ ചരണൗ തദവ സ്വമൂർധനാ ബിഭ്രജഗദ്ഗുരുതരോപി സദാംബതിരിഃ ബ്രഹ്മണ്യദേവ ഇതിൽ ഗുണനാമയുക്തം തസ്യൈവേച്ചരണശൗചമശേഷതീർത്ഥം സമ്പൂജ്യദേവ ഋഷിവര്യം ഋഷിപുരാണോ നാരായണോ നരസഖോ വിധിനോദിതേന വാണ്യാഭിഭാഷ്യമിതയാമൃതമിഷ്ടയാതം പ്രാഹ പ്രഭോ ഭഗവതേ കരവാമഹേ കിം. നാരദ ഉവാച നൈവാത്ഭുതം ത്വയി വിഭോഖീലലോകനാഥേ മൈത്രീജനേഷു സകലേഷു ദമഖലാന നിശ്രയസാഹി ജഗത്സ്ഥിതിരക്ഷണാഭ്യാം സ്വൈരാവതാരൗരുഗായ വിദാമ സുഷ്ഠു ദൃഷ്ടം തവാഘ്രയുഗളം ജനതാപവർഗം ബ്രഹ്മാദിഭിः ഹൃദി വിചിന്യമഗാധബോധൈः സംസാരകൂപപതിതോത്തരണാവലംബം ധ്യായം ശരാമ്യനുഗ്രഹാണ യഥാ സ്മൃതി സ്യാൽ തതോന്യതാവിശ്ലഗേഹം കൃഷ്ണപത്ന്യാ ആസ നാരദ യോഗേശ്വരേശ്വരസ്യ അംഗയോഗമായ വിവിത്സയാ ദിവ്യന്തമക്ഷൈസ്തത്രാപി പ്രിയ ചോദ്ധ്വേന ച പൂജിതപരയാ ഭക്തിയാ പ്രത്യുത്ഥാനാസനാദിഭിः പൃഷ്ടശ്ചാവിദുഷേവാസുഗതായാതോ ഭവാനിധി ക്രിയതേ കിം പൂർണ്ണാനാം അപൂർണൈരസ്മദാദിഭിः. ഹാർട്ടും ലങ്സും കിഡ്നിയും മൈൻഡും ബ്രെയിനും അല്ലെ മനസ്സും ബുദ്ധിയൊക്കെ എങ്ങനെ പ്രവർത്തിക്കണമെന്ന് അതിനൊക്കെ പ്രവർത്തിപ്പിക്കുന്ന ആ ചൈതന്യം, ആ ശക്തി, അതാണ് നാരായണൻ, പരമാത്മാ, വാസുദേവൻ, പരംബ്രഹ്മം, എല്ലാം ദൈവമെന്നോ ദേവീന്നോ ഏത് പേര് പറഞ്ഞ് പറയണത് മനസ്സിലായോ? ആ ദൈവത്തെ നിങ്ങൾ ഇനി ഹിന്ദുവിൻ്റെ പേര് വിളിച്ചോളൂ, മുസൽമാൻ്റെ പേര് വിളിച്ചോളൂ, അല്ല ക്രിസ്ത്യൻ്റെ പേര് വിളിച്ചോളൂ, ഇനി പേരില്ലാത്ത പേര് വിളിച്ചോളൂ. നമ്മുടെ ഋഷിമാരെ സംബന്ധിച്ചിടത്തോളം ദാറ്റ് മേക്ക് നോ ഡിഫറൻസ്. മനസ്സിലായോ? ഒരു വിഷമമില്ല. പക്ഷേ തദവേഹി യു മസ്റ്റ് നോ ദാറ്റ് ഈസ് ഗോഡ്. ഗോഡ് ഈസ് നോട്ട് എ കോൺസെപ്റ്റ്. മനസ്സിലായോ? അതാണ് ദൈവം, അതാണ് ഈശ്വരൻ, അതാണ് പരമാത്മാ. അതിനെയാണ് പല പല ദേവീ ദേവഭാവങ്ങളിൽ കൊണ്ടാടുന്നത്, ആരാധിക്കുന്നതെന്ന്. എന്താ ക്ലാരിറ്റി!
അത്ര നന്നായിട്ട് എവിടെ പറഞ്ഞേക്കണേ പറയൂ നിങ്ങൾ. ഏതൊരു മതഗ്രന്ഥത്തിൽ എങ്ങനെ കാണാൻ പറ്റാം? 3 അഡ്രസ്സ്. ഈ സമഷ്ടിപ്രപഞ്ചത്തിൻ്റെ കാരണം സ്വയം കാരണരഹിതൻ. നമ്മുടെ ജാഗ്രത സ്വപ്ന സുഷുപ്തികളാവുന്ന 3 അവസ്ഥകൾ മാറിക്കൊണ്ടിരിക്കുന്നു. വന്നു പോണു. ജാഗ്രതയിൽ തന്നെ ചിന്തകൾ ഓരോന്നും വന്നുപോയി. സുഖം വന്നുപോയി, ദുഃഖം വന്നുപോയി, ഇഷ്ടം വന്നുപോയി, ഇഷ്ടക്കേട് വന്നുപോയി, ഭയം വന്നുപോയി, ദേഷ്യം വന്നുപോയി, അല്ലേ, നാണം വന്നുപോയി. ഈ വന്നുപോയിക്കൊണ്ടിരിക്കുന്ന ചിന്തകളെയും ഈ വന്നുപോയിക്കൊണ്ടിരിക്കുന്ന അനുഭവങ്ങളെയും അവസ്ഥകളെയും ആരടാ വരാതെയും പോകാതെയും നിന്ന് കാണുന്നത്, പ്രകാശിപ്പിക്കുന്നത്? അതാടാ ദൈവം, ഭഗവാൻ, പരമാത്മാ, ഗോഡ്. പോരാ, നിൻ്റെ ഈ ദേഹം, ഇന്ദ്രിയങ്ങൾ, മനസ്സ്, പ്രാണൻ, ബുദ്ധി, ഈ ഹാർട്ട്, ലങ്സ് മുതലായ ഈ ഉപകരണങ്ങളൊക്കെ സ്വയം ജീവനില്ലാത്തതാണ്. ഇതിനൊക്കെ ആരാ ജീവനുള്ളതാക്കി, അതാതിൻ്റെ മണ്ഡലത്തിൽ പ്രവർത്തിക്കാൻ കഴിവുള്ളതാക്കിയത്? കാതിന് കേൾക്കാൻ, കണ്ണിന് കാണാൻ, മൂക്കിന് മണക്കാൻ, ഹാർട്ടിന് പിടിക്കാൻ, കിഡ്നിക്ക് രക്തത്തെയൊക്കെ ശുദ്ധാക്കാൻ, അല്ലേ, കുടലിനൊക്കെ ദഹിപ്പിക്കാൻ, നാവിന് സംസാരിക്കാൻ, പല്ലിനെ കടിക്കാൻ, ബുദ്ധിക്ക് ചിന്തിക്കാൻ, മനസ്സിന് ഫീൽ ചെയ്യാൻ, സങ്കല്പിക്കാൻ ഒക്കെ കഴിവ് തന്നത് ആരാടാ? ആലോചിക്കടാ. ഇത്രേ പറയാൻ പറ്റുള്ളൂ. അത് നീ ചിന്തിക്കണം, സ്വയം വേണം, അല്ലേ? തദവേഹി പരം. അതാണ് പരമാത്മാ, ബ്രഹ്മം, ഭഗവാൻ, ദൈവം, ഈശ്വരൻ. അപ്പോൾ എന്തുകൊണ്ട് നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ ഈശ്വര ത്രിവിധ കരണങ്ങളെ കൊണ്ടും ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ ഈശ്വരാർപ്പണം ചെയ്യണമെന്നുള്ള യുക്തി മനസ്സിലായോ? കാരണം ആ ഈശ്വര സാന്നിധ്യവും അനുഗ്രഹമില്ലാതെ നമ്മളുമില്ല, നമുക്കൊരു കഴിവുമില്ല, നമുക്കൊന്നും ചെയ്യാൻ സാധ്യമല്ല. ഈ ജഡവസ്തുവിനൊന്നും ചെയ്യാൻ കഴിയില്ല. ശരിയല്ലേ? ഇപ്പം എന്തൊക്കെ സാമർഥ്യം കഴിവും നമുക്കുണ്ടെങ്കിലും അതൊക്കെ ആരുടെയാ? നമ്മുടെ കഴിവ്, അറിവ്, മിടുക്ക്, സാമർഥ്യം, എബിലിറ്റി, നോളേജ്, സ്കിൽ എല്ലാം ആരുടെയാ? ബിലോങ്സ് ടു ഭഗവാൻ. ഫാനിന് കാറ്റ് തരാൻ കഴിവുണ്ട്, മൈക്കിന് ശബ്ദം തരാൻ കഴിവുണ്ട്, ബൾബിന് പ്രകാശം തരാൻ കഴിവുണ്ട്, എ സിക്ക് നമ്മളെ തണുപ്പിച്ച് ഉറക്കാൻ കഴിവുണ്ട്, ഹീറ്ററിന് ചൂടാക്കാൻ കഴിവുണ്ട്, ടി വിക്ക് ചിത്രങ്ങളെ കാണിച്ചു തരാൻ കഴിവുണ്ട്. അതൊക്കെ എപ്പോഴാണ്? കറണ്ട് ഉണ്ടെങ്കിൽ. അപ്പോൾ ഈ കഴിവുകളൊക്കെ കറണ്ടിൻ്റെ അല്ലേ? ഇതുപോലെ ഇതെല്ലാ കഴിവുകളും സാധ്യമാക്കി അതിൻ്റെ ബെനിഫിറ്റ് അനുഭവിച്ചിട്ട് അങ്ങനൊരു ദൈവമേ ഇല്ല എന്ന് വിചാരിക്കാൻ പറ്റുമോ? അവൻ്റെ ഈ മണ്ടയിൽ 2 കാതിൻ്റെ ഇടയിലും കളിമണ്ണായിരിക്കണം, അല്ലേ? ചിന്തിക്കാത്തവരെ നർത്തം ഈ വർഗം, അല്ലേ? കൊച്ചുകുട്ടിക്ക് പോലും മനസ്സിലാവില്ല ഈശ്വരൻ്റെ മഹത്വം. ഈശ്വരനെങ്കിലും നടക്കില്ലാന്ന് നിങ്ങൾക്ക് മനസ്സിലായോ കുട്ടികളെ? വയസ്സായവർക്കാ മനസ്സിലാക്കാൻ വിഷമം. കണ്ടോ? ചിന്തിക്കൂ, എങ്ങനെ ഇതൊക്കെ പ്രവർത്തിക്കുക? ജീവനില്ലാത്തതൊക്കെ ഒന്ന് ഓടിച്ചാടി പ്രവർത്തിക്കുന്നില്ലേ? ഹാർട്ട് ടിക് 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 എന്നിരിക്കുന്നില്ലേ? ആരെ കൊണ്ടാ? ഭഗവാനെ കൊണ്ടാ. ആ ഭഗവാനെ ഓർമ്മിക്കണ്ടേ? ആ ഭഗവാനെ കൊണ്ട് അതൊക്കെ നടക്കണേന്ന് ഓർത്താൽ നമുക്ക് അഹങ്കാരം വരുമോ? സമർപ്പണം ഉണ്ടാവില്ലേ? അപ്പോൾ നമ്മൾ തിരിച്ചറിയും, നമ്മൾ ഓൺലി ഈശ്വരൻ്റെ കയ്യിൽ ഉപകരണമാണ്. ഭഗവാനാണെല്ലാം നടത്തുന്നത്, നമ്മൾ നിമിത്തമാത്രം. തവദാസോഹം. ബുദ്ധിയുള്ളപ്പോൾ എന്താണ് വേണ്ടത്? ദേഹബുദ്ധിയാത് ദാസോഹം. ഹനുമാൻജി പറഞ്ഞു, എനിക്ക് ദേഹഭാവന വരുമ്പോൾ ഞാൻ അവിടുത്തെ ദാസനാ. രാമൻ്റെ ജീവനാണെന്ന് വിചാരിക്കുമ്പോൾ ഞാൻ അവിടുത്തെ അംശം. എന്നാലോ ആത്മാവാണെന്ന് വിചാരിക്കുമ്പോഴോ ത്വമേവാഹം. ധ്യാനത്തിലത് മനസ്സിലായോ? ധ്യാനവേളയിൽ സോഹം. ഇതുമേ നിശ്ചിതാമതി. ഇതാണ് ദ്വൈതം, വിശിഷ്ടാദ്വൈതം, അദ്വൈതത്തിൻ്റെ സമന്വയം. മനസ്സിലായോ? തതവേഹി പരം. അപ്പോൾ ആരാണ് ഈശ്വരൻ, ആരാണ് പരമാത്മ? ഇങ്ങനെ കുട്ടിക്കാലത്ത് ഈ നിമിയുടെ കൊട്ടാരത്തിൽ, അച്ഛൻ്റെ കൊട്ടാരത്തിൽ, അവിടെ ധാരാളം ഇക്ഷ്വാകുവിൻ്റെ വംശത്തിലല്ലേ ഒരുപാട് സന്ത മഹാത്മാക്കൾ വരും, അവർ സത്സംഗം ഉണ്ടാവും. ഇതൊക്കെ കുട്ടി ഇങ്ങനെ കേട്ടിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ അർത്ഥമൊന്നും മനസ്സിലായിട്ടില്ല. കുട്ടികളിപ്പോൾ കേൾക്കേണ്ടു, വലുതാവുമ്പോഴല്ലേ ഇതിൻ്റെ അർത്ഥം മനസ്സിലാവുക. അതുപോലെ അപ്പോൾ ചോദിച്ചു, അവസരം കിട്ടിയപ്പോൾ പിന്നെ ചോദിച്ചു, അന്ന് ഞാൻ സനകാദി മഹർഷിമാരും വന്നു അത്ര അച്ഛൻ്റെ കൊട്ടാരത്തിൽ. അപ്പോൾ നിങ്ങളെമാതിരി കൊച്ചു കുട്ടികളാ, 5-6 വയസ്സാ. അപ്പോൾ ഞാൻ ചോദിച്ചു അവരോട്, സനകാദികളോട്, ഈ കർമ്മയോഗം എന്ന് പറഞ്ഞാൽ എന്താ? അവർ എന്നെ നോക്കിയിട്ടൊന്ന് ചിരിച്ചിട്ട് പോയത്രേ. എന്താ അതന്ന് അങ്ങനെ ചിരിച്ചിട്ട് മിണ്ടാണ്ട് പോകാൻ കാരണം എന്ന് പറഞ്ഞു തരുമോ? അന്ന് കുട്ടികളല്ലേ, നിങ്ങൾക്ക് പറഞ്ഞാൽ അത്ര വ്യക്തമാവില്ല, അതുകൊണ്ടാണ് പറയാണ്ടിരുന്നത്. ഇപ്പം നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവും, ഒത്തിരി വലുതായാലോ, കാര്യം അറിയാറായാലോ, അതുകൊണ്ട് പറഞ്ഞു തരാൻ പറഞ്ഞു. കർമ്മയോഗം എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാ കർമ്മങ്ങളും
ആ കർമ്മങ്ങളൊക്കെ ചെയ്യാൻ കഴിവ് തരുന്ന ഈശ്വരനെ സ്മരിച്ചുകൊണ്ട് ഭഗവാനെ ഈശ്വര അവിടെ നിന്ന് സന്തോഷിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആ ഈശ്വര ആരാധനമായി ചെയ്യുന്നതിൻ്റെ പേരാണ് കർമ്മയോഗം. അത് ലൗകിക കർമ്മങ്ങളാവട്ടെ, വൈദിക കർമ്മങ്ങളാവട്ടെ, അടുക്കളയിൽ കുക്ക് ചെയ്യണതാവട്ടെ, ടോയ്ലറ്റ് കഴുകണതാവട്ടെ, രാജ്യം ഭരിക്കുന്നതാവട്ടെ, അഥവാ ഓഫീസിൽ പണിയെടുക്കുന്നതാവട്ടെ, എഞ്ചിനീയർ ആവട്ടെ, ഡോക്ടറാവട്ടെ, ആട്ടവർ, അങ്ങനെ ചെയ്താൽ ഈ പാലൊന്നും പൊളിഞ്ഞു പോവില്ല. മനസ്സിലായോ? എത്ര 100 കൊല്ലം നിൽക്കേണ്ട പാലം 4 കൊല്ലമായപ്പോഴെങ്കിലും പോയി. എന്തേ? നാരായണാർപ്പണമൊന്നുമില്ലേ, ദൈവമൊന്നുമില്ലേ ഇവിടെ? മനസ്സിലാവുണ്ടോ? ഇതിൻ്റെ പ്രയോജനം കണ്ടോ? ഓരോ വ്യക്തിയും ഇങ്ങനെയാണ് ജീവിക്കണേ, പ്രവർത്തിക്കണമെങ്കിൽ എന്താവും? ആ കർമ്മം എത്ര ശുദ്ധമാകും, കർമ്മരംഗം എത്ര ശുദ്ധാവും. കർമ്മരംഗം ശുദ്ധമായാലോ മെറ്റീരിയൽ പ്രോസ്പെരിറ്റി, ഭൗതികാഭിവൃദ്ധി ഉണ്ടാവില്ലേ, ക്വാളിറ്റി ഉണ്ടാവില്ലേ. ഇന്ന് ക്വാണ്ടിറ്റി അല്ല, ക്വാണ്ടിറ്റി ഓവർ ടൈം കൊടുത്തൊക്കെ ഉണ്ടാക്കാം. ക്വാളിറ്റി, പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റിയാണ് അല്ലേ പ്രധാനം. ക്വാളിറ്റി അതിലുണ്ടാവണമെങ്കിൽ ക്വാളിറ്റി നമ്മളിലുണ്ടാവണം. ഈ കാഴ്ചപ്പാടിൽ വ്യത്യാസം ഉണ്ടാവണം. എന്തുകൊണ്ടാണ് ജപ്പാൻ്റെ ഉൽപ്പന്നങ്ങൾക്ക് ഇത്രയും ഡിമാൻഡ്? എന്താ ചൈനീസ് ഉൽപ്പന്നങ്ങൾ? ചൈനീസ് വില കുറവാണ്, പക്ഷേ പോയില്ലേ, അതിനൊക്കറിയാം, അതിന് ലാസ്റ്റിങ്ങില്ല, അതിന് ക്വാളിറ്റി ഇല്ല. ജപ്പാൻ അങ്ങനെയല്ല. എന്താ നമുക്കറിയാം, നല്ല ക്വാളിറ്റി ഉണ്ടെന്നല്ലേ. അതെന്താ? അവിടുത്തെ ആൾക്കാർ അവിടുത്തെ രാഷ്ട്രവുമായിട്ടാണ് താതാത്മ്യം പ്രാപിക്കുന്നത്. ഞാനുണ്ടാക്കുന്ന ഒരു ഉൽപ്പന്നം ആ അന്താരാഷ്ട്ര വിപണിയിൽ, വേൾഡ് മാർക്കറ്റിൽ പിന്തള്ളപ്പെട്ടാൽ എൻ്റെ രാജ്യത്തിൻ്റെ പേരാണ് പോവുക അല്ലേ. പാടില്ല. എൻ്റെ രാഷ്ട്രത്തോട് ഐഡൻറ്റിഫൈ ചെയ്യണവർ. നമുക്കങ്ങനെയുണ്ടോ? നമ്മുടെ രാഷ്ട്രത്തെ ഒറ്റി കൊടുക്കണം ഇവിടെ വന്നിട്ട് അല്ലേ. നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ തകരാറത്, അവരുടെ വിദ്യാഭ്യാസത്തിൻ്റെ ഗുണമാണത്. മനസ്സിലാക്കൂ അത്. അങ്ങനത്തെ ഒരു വിദ്യാഭ്യാസം ഉണ്ടാവണം, രാഷ്ട്രത്തോട് പ്രതിബദ്ധത. ഞാൻ എന്ത് ചെയ്യും? 1ഉം 2ഉം കൺസൈൻമെൻറ്റ് നല്ല നല്ല സാധനമൊക്കെ കാണിച്ച് നല്ലതായിരിക്കും, പിന്നെ ഒക്കെ കള്ളത്തരം അല്ലേ. എല്ലായിടത്തും കള്ളത്തരം, അഴിമതി. ഇവിടെ ഭഗവത് അർപ്പണ ഭാവമുണ്ടോ? ഈ ഭാവന പ്രവർത്തിക്കുകയാണെങ്കിൽ, ജീവിക്കുകയാണെങ്കിൽ എല്ലാവരെയും കർമ്മം എത്ര ആത്മാർത്ഥതയും എത്ര നന്നായി നമ്മൾ ചെയ്യാൻ പറ്റുമോ അത്ര നന്നായി ചെയ്യില്ലേ. അപ്പം നാരായണാർപ്പണം, ഈശ്വരാർപ്പണം എന്ന് പറഞ്ഞാൽ വെറുതെ വായോണ്ട് പറഞ്ഞുകൊണ്ടോ പുഷ്പിട്ടുകൊണ്ടോ നമസ്കരിച്ചുകൊണ്ടോ ആയില്ല. പിന്നെന്ത് ചെയ്യണം? പ്രവൃത്തി സിൻസിയറായിട്ട്, ആസ് ബെസ്റ്റ് ആസ് വൺ ക്യാൻ. ഒരാൾക്ക് എത്ര നന്നായി ആ പ്രവൃത്തി ചെയ്യാൻ കഴിയുമോ അത്ര നന്നായി ചെയ്യണം. മനസ്സിലായോ? ബെസ്റ്റ് ഓഫ് വൺസ് നോളേജ് ആൻഡ് എബിലിറ്റി. ഒരു വ്യക്തിയുടെ കഴിവിനും അറിവിനും അനുസരിച്ച് പരമാവധി നന്നായി ആ പ്രവൃത്തി ചെയ്യണം. അത് ഭഗവാന്റെ പൂജയാണ്, ആരാധനയാണ്, സാധനയാണ്. അതാണ് കർമ്മയോഗം. അങ്ങനെയാണെങ്കിലോ ഭൗതികാഭിവൃദ്ധി ഉണ്ടാവും നമുക്ക്. ആ സമൂഹത്തിലെ ഇത് ചെയ്യുന്ന വ്യക്തികൾക്ക് അറിയാണ്ട് ആന്തരശുദ്ധി ഉണ്ടാവും. ഈ അഴുക്കുകളൊക്കെ കഴുകിപ്പോവും, പശാറുകളൊക്കെ പോവും. മനഃശുദ്ധി വരുമ്പോഴോ ആ മനമാകുന്ന കണ്ണതിന് കണ്ണായ പൊരുൾ താൻ എന്ന് ബോധ്യം വരും. ദാസോഹത്തിലെ ദാ പോവും, സോഹം പിടിക്കും. മനസ്സിലായില്ലേ? ആ സാക്ഷാത്കാരം ഉണ്ടാവും, മുക്തി ഉണ്ടാവും. അപ്പോൾ വൃദ്ധി, ബാഹ്യലോകത്ത് അഭിവൃദ്ധി, ആന്തരികമായി മനഃശുദ്ധി, ആത്യന്തികമായി ജീവൻ മുക്തി. ഇതാണ് ഇതിൻ്റെ പ്രായോഗികത. പിന്നെ എന്ത് വേണം? എന്ത് കേമമാണ് ഈ ഭഗവാന്റെ ടീച്ചിങ്സ്. മനസ്സിലായോ? ഈ ഭഗവത് ധർമ്മം ഇനി ഇതുതന്നെയാണ് ഇനി മറ്റുള്ള ഉപദേശങ്ങളിലൊക്കെ പറയണത്, ഒരു തരത്തിലും വേറൊരു തരത്തിൽ. ഈ കാര്യങ്ങൾ, കേട്ട കാര്യങ്ങൾ നമ്മൾ പ്രായോഗികമാക്കിയാൽ ധാരാളം മതി. എന്നെ ഉദ്ധവൻ സാധാരണ ആളല്ല, ബൃഹസ്പതിന് ശാസ്ത്രങ്ങൾ പഠിച്ച ആളാണ്. അതുകൊണ്ട് ഉപനിഷത്തുക്കൾ പഠിച്ചവർക്കാണ് ഉദ്ധവന് കൃഷ്ണൻ പറഞ്ഞു കൊടുക്കണ ആ ഉപദേശങ്ങൾ മനസ്സിലാവുള്ളൂ. ആ ഉപനിഷത്തിലെ സാങ്കേതിക പദങ്ങൾ വെച്ചുകൊണ്ടാണ് കൃഷ്ണൻ ഉദ്ധവനെ പഠിപ്പിക്കണതേ. അല്ലാത്തൊരു ഉപദേശം വായിച്ചു കഴിഞ്ഞാൽ ഒന്നും മനസ്സിലാവില്ല. ഉപദേശത്തിൽ കഥയില്ലല്ലോ, നേരിട്ട് ഫിലോസഫി അല്ലേ, ജീവിതത്തിൻ്റെ തത്വശാസ്ത്രമാണല്ലോ. യോന്തപ്രവിശ്യ മമ വാചമിമാം പ്രസുപ്താം സഞ്ജീവയത്യഖില ശക്തിധര സ്വധാംന അന്യാംശ്ച ഹസ്തചരണശ്രവണത്വഗാദീൻ പ്രാണാൻ നമോ ഭഗവതേ പുരുഷായ തുഭ്യം. ഉദ്ധവൻ്റെ പ്രാർത്ഥന, ഭഗവാനെ പിരിഞ്ഞ് ഒട്ടും ഈ ഭൂമിയിലിരിക്കാൻ വയ്യ, അതുകൊണ്ട് ഭഗവാന്റെ കൂടെ എന്നെയും കൊണ്ടുപോകണം എന്നായിരുന്നു. ഭഗവാൻ അപ്പം ഉദ്ധവനെയും കൊണ്ടങ്ങോട്ട് പോയി എന്നിരിക്കുക, ആ ഗരുഡനിൽ കയറ്റിയിട്ട്. എന്തായിരുന്നതിനെ സ്ഥിതി? ഉദ്ധവൻ ഒരാളെ രക്ഷപ്പെടുള്ളൂ അല്ലേ. പിന്നീടോ
ആ കൃഷ്ണാവതാരത്തിന് കൃഷ്ണൻ്റെ അന്തർധാനത്തിന് ശേഷം പിന്നീട് ആർക്കും ആ വൈകുണ്ഠത്തിലേക്ക് പോകാനുള്ള വഴി അറിയാണ്ട് ഇവിടെ ഇങ്ങനെ കറങ്ങി നടന്നിട്ടുണ്ടാവും നമ്മൾ. ശരിയോ അല്ലേ? ഭഗവാൻ എന്ത് പറഞ്ഞു? ഉദ്ധവരെ, എൻ്റെ സ്വധാമം എന്ന് പറയണത് നമ്മുടെ സ്വരൂപമാണ്. എവിടെയെങ്കിലും ഒരു ലോകത്തിലേക്ക് പോലല്ല മോക്ഷം. മനസ്സിലായോ? പിന്നെയോ നമ്മുടെ ഓരോരുത്തരുടെയും സ്വരൂപം, ആത്മസ്വരൂപം, ആ ബോധസ്വരൂപം, അതാണ് വിഷ്ണു, അതാണ് നാരായണൻ, അതാണ് ഭഗവാൻ, അവിടെയാണ് വൈകുണ്ഠം. അതിന് ഓരോരുത്തരുടെയും ബാഹ്യപ്രപഞ്ചത്തിൽ ആസക്തമായിരിക്കുന്ന ശ്രദ്ധയെ അവിടുന്ന് ഈശ്വരപ്രേമം കൊണ്ട് അവിടുന്ന് പിൻവാങ്ങി ആ അന്തർമുഖമാക്കി ആ സ്വരൂപത്തിൽ ഉറച്ചാൽ, എത്തിയാൽ സ്വധാമത്തിലെത്തി. അവിടേക്ക് പോകാനുള്ള മാർഗം ഞാൻ പറഞ്ഞുതരാം. ഭഗവാൻ ഇതുവരെ പറഞ്ഞു കൊടുത്ത് തന്നതെന്താ? ഭഗവാന്റെ ആ സ്വധാമത്തിലേക്ക് അഥവാ ആ വൈകുണ്ഠത്തിലേക്ക് പോകാൻ ഉള്ള വഴി പറഞ്ഞു തരാം. റൂട്ട് മാപ്പ് അല്ല റോഡ് മാപ്പ്. റോഡ് മാപ്പ് ഉണ്ടെങ്കിൽ യാത്രക്കാരന് എളുപ്പമാണ് അല്ലേ? ആ, ബൈക്കിലും സൈക്കിളിലും അങ്ങനെയൊക്കെ ആൾക്കാർ സഞ്ചരിക്കും, കാറിലും ട്രെയിനിലൊക്കെ. അപ്പോൾ റോഡ് മാപ്പ് ഉണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് സംശയം ഉണ്ടെങ്കിൽ നോക്കാം, ആൾക്കാരോട് ചോദിക്കാം, അങ്ങനെയൊക്കെയാണ് പോവുക. ഭഗവാൻ അങ്ങനെ ഒരു വഴി പറഞ്ഞതുകൊണ്ട് ആയിരക്കണക്കിനല്ല, ലക്ഷക്കണക്കിനല്ല, കോടാനുകോടി ആളുകൾ, ഭഗവാന്റെ ഭക്തന്മാർ ഈ ഉദ്ധവന് ഭഗവാൻ കൊടുത്ത ഉപദേശമാകുന്ന ആ ഉപദേശം കേട്ട് ആ വഴിയിലൂടെ സഞ്ചരിച്ച് സ്വധാമത്തിലെത്തി, വൈകുണ്ഠത്തിലെത്തി, ഭഗവത് പ്രാപ്തി നേടി കൃതകൃത്യരായി ജീവിതം. അതുമാത്രമല്ല, മറ്റൊന്നും കൂടി സൂചിപ്പിക്കാം. ഒരു ഗുരുവിനും എത്ര പ്രിയ ശിഷ്യനായാലും ശിഷ്യനെ അങ്ങോട്ട് മുക്തനാക്കാൻ അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. മനസ്സിലായില്ലോ? ഗുരുവിന് ശിഷ്യന് ആ ലക്ഷ്യത്തിലേക്ക് ചൂണ്ടിക്കാണിക്കാനേ പറ്റുള്ളൂ. ശിഷ്യൻ സ്വയം പരിശ്രമിച്ച് അവിടെ എത്തണം. മനസ്സിലായോ? അതിന് ചില വിശ്വാസം വർദ്ധിക്കാൻ വേണ്ടി ചില അനുഭവങ്ങളൊക്കെ കൊടുക്കാൻ പറ്റും ഗുരുവിന്. പക്ഷേ അവനവൻ്റെ ഉള്ളിലാണ് അജ്ഞാനമിരിക്കുന്നത് അല്ലേ? അവനവൻ്റെ ആ ആത്മസ്വരൂപത്തെ മറന്നിട്ടാണ് ദേഹത്തിൽ നമ്മളിന്ന് ആസക്തരായി നമ്മൾ കുടുങ്ങിയിരിക്കുന്നത്. ആ അജ്ഞാന നാശകമായ ആ വിജ്ഞാനത്തിനുള്ള മനഃശുദ്ധിക്കുള്ള സാധന അവരോട് ചെയ്യണം എന്നർത്ഥം. അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ, ശ്രീകൃഷ്ണനെ മാതിരി ഒരു അപരാധം ഉണ്ടായിട്ടില്ല. കൃഷ്ണസ്തു ഭഗവാൻ സ്വയം എന്നാണ് ശുകാചാര്യം പറയണത്, വ്യാസമഹർഷി പറയണത്. മറ്റുള്ളതൊക്കെ അംശാവതാരങ്ങളാണ്. പക്ഷെ കൃഷ്ണൻ സാക്ഷാൽ പരബ്രഹ്മ പരമാത്മ ഭഗവാൻ സ്വയം എന്നതാണ്. അങ്ങനെയുള്ള ആ ഭഗവാൻ എല്ലാവരെയും വിളിച്ചു വരുത്തുക, എന്നിട്ടോ എല്ലാവരെയും കൂടെ ഒന്നിച്ചങ്ങടെ വൈകുണ്ഠത്തിലേക്ക് കൊണ്ടുപോയാൽ മതിയായിരുന്നില്ലേ? അല്ലേ? എളുപ്പമായിരുന്നില്ലേ? അങ്ങനെയാണെങ്കിൽ ഗീതോപദേശം ആവശ്യമില്ല, ഇത്ര വിസ്തൃതമായ ഉദ്ധവൻ്റെ ഉപദേശം ആവശ്യമില്ല അല്ലേ? പിന്നെ ശാസ്ത്രങ്ങളും ആവശ്യമില്ല. ഇതൊക്കെ പഠിക്കാൻ നമ്മൾ ഇടയ്ക്ക് ഭഗവാൻ വീട് വരിക, എന്നിട്ടോ എല്ലാവരെയും വിളിച്ചു കൂട്ടുക, ലെറ്റസ് ഗോ അല്ലേ? എന്നാൽ പിന്നെ എളുപ്പമായിരുന്നുവല്ലോ. അങ്ങനെ സാധ്യമല്ലേ? നമ്മളൊക്കെ കുഴിമടിയന്മാർ, അലസന്മാർ ആയിത്തീരും അല്ലേ? അപ്പോൾ ഗുരു പറയും, നീ നിൻ്റെ പരമാവധി പണിയെടുക്കണം, നീ കഠിനമായ സാധനങ്ങൾ ചെയ്യണം. മനസ്സിലായോ? രുക്മിണി എത്ര കാലം, എത്ര ജന്മങ്ങൾ തപസ് ചെയ്തു, പുണ്യം ചെയ്തു. ഈ ജന്മത്തിൽ എത്രയോ ദാനധർമ്മങ്ങളും പുണ്യം ചെയ്തു. കുട്ടിക്കാലം മുതലേ ഭഗവാന്റെ കഥ കേട്ട് ഭഗവാനിൽ പൂർണ്ണമായി സമർപ്പണം ചെയ്ത് ഭഗവാൻ എന്നുള്ള ഒരേ ചിന്തയിൽ കഴിഞ്ഞിട്ട് പോലും ആ ഭഗവാനെ പ്രാപിക്കാൻ, ഭഗവാനോട് ചേരാനുണ്ടായ ദുർഘടങ്ങളും ബുദ്ധിമുട്ടുകളും എത്രയാണെന്ന് കഥയിലൂടെ കണ്ടില്ലേ നമ്മൾ? ഇത് നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ ആ സ്വരൂപത്തിലേക്ക് അല്ലെങ്കിൽ ഭഗവാനിലെത്താനുള്ള തടസ്സങ്ങൾ, വിഘ്നങ്ങൾ, ബുദ്ധിമുട്ടുകളാണ് പറയണത്. നമ്മുടെ ആത്മാർത്ഥമായ ശ്രമം അത് കാണുമ്പോൾ ഭഗവാന് സന്തോഷം ഉണ്ടാവും. അപ്പോൾ ഭഗവാന്റെ കൃപയുണ്ടാവും. അല്ലാതെ അലസനിൽ കൃപയുണ്ടാവില്ല. മനസ്സിലായില്ലേ? അനുഗ്രഹം എന്ന് പറഞ്ഞാൽ അനുവെച്ചാൽ ആഫ്റ്റർ എന്നർത്ഥം, ശേഷം, പിന്നീട് എന്നർത്ഥം. എന്തോന്ന് ചെയ്തതിന് ശേഷമാണ് അത് വരുന്നത്. അപ്പോൾ നമ്മുടെ പ്രയത്നം അങ്ങേറ്റം ആത്മാർത്ഥമായി ചെയ്തതിന് ശേഷമാണ് എന്ത് വരിക? അനുഗ്രഹം വരിക. കുട്ടി പരീക്ഷയിലേ
പോയില്ല, പരീക്ഷയ്ക്ക് ആബ്സെൻ്റ് ആയിരുന്നു. പിന്നെ എങ്ങനെയാണ് ടീച്ചർക്ക് നിങ്ങളെ ജയിപ്പിക്കാൻ പറ്റുക? പരീക്ഷയിൽ പോകണം, എന്തെങ്കിലും കുറേ പേപ്പറിൽ വരച്ച് എഴുതി വയ്ക്കണം, തെറ്റെങ്കിൽ തെറ്റ്. എന്നാലും ടീച്ചർക്ക് എന്തെങ്കിലും ആരെയോ ഒന്നൊക്കെ ഇട്ടിട്ട് നിങ്ങൾക്ക് ഗ്രേസ് മാർക്ക് ഒന്നും ജയിപ്പിക്കാൻ പറ്റുക? ഗ്രേസ് നമുക്കറിയാമല്ലേ, സ്കൂളിൽ ഗ്രേസ് മാർക്ക് ഉണ്ട് അല്ലേ? നമുക്കൊരു 10 മാർക്ക് കിട്ടിയെന്ന് വെച്ചാൽ ആരെയും തോൽപ്പിക്കാൻ പാടില്ല എന്ന് ഗവൺമെൻറ്റിൻ്റെ തീരുമാനം അല്ലേ? ഗ്രേസ് മാർക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ കുറച്ച് മാർക്കിന് എഴുതിയാലല്ലേ ഗ്രേസ് മാർക്ക് തരാൻ പറ്റുള്ളൂ. സീറോക്കാരന് ഗ്രേസ് മാർക്ക് കൊടുക്കാൻ പറ്റുമോ? മനസ്സിലാവുണ്ടോ? നിങ്ങളുടെ പ്രയത്നമുള്ളപ്പോഴേ ഗ്രേസ് വരുള്ളൂ. പലരുടെയും വിചാരം ചുമ്മാ ഗുരുവിൻ്റെ മുമ്പിൽ അവിടെ പോയിരുന്നാൽ മതി, ഒരു മുഖത്ത് അറിയുള്ളൂ തന്നെ. അങ്ങനെയല്ല, മനസ്സിലായോ? ഹാർഡ് വർക്ക്, അത് ഭഗവാൻ ഇഷ്ടം. അപ്പോൾ ഇവിടെ അതിനാണ് ഭഗവാൻ ഈ സാധന അനുഷ്ഠാനങ്ങൾ, സാധന പദ്ധതികളൊക്കെ പറഞ്ഞു തന്നത്. മനസ്സിലായോ? എന്തെല്ലാം പറഞ്ഞു. പിന്നീട് പറഞ്ഞു, ആരും ഭഗവാനിലെത്തണമെങ്കിൽ, വൈകുണ്ഠത്തിലേക്ക് പോകണമെങ്കിൽ ചെയ്യേണ്ടത് എന്താ? നമ്മുടെ മനസ്സിനെ ശുദ്ധാക്കല. എല്ലാ സാധനാനുഷ്ഠാനങ്ങൾക്കും ലക്ഷ്യം ഒന്നേ ഉള്ളൂ, എന്താണ്? മനഃശുദ്ധി. അതുകൊണ്ട് എങ്ങനെ മനഃശുദ്ധി ഉണ്ടാവും? ഭഗവാനെ സ്മരിച്ചുകൊണ്ട് സകല പ്രവൃത്തികളും ആ ഭഗവാനിൽ അർപ്പിച്ച് ഭഗവാന് വേണ്ടി ചെയ്യുക. അപ്പോൾ വാസനകളുടെ ക്ഷയവും മനഃശുദ്ധി ഉണ്ടാവും.